ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്നത്തെയും പോലെ എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ എപ്പോഴും തുണി വാഷ് ചെയ്യാൻ പറ്റാത്ത ഡ്രസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തുണി നനക്കാതെ തന്നെ ചെയ്യാൻ പറ്റിയ ടിപ്പാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതേപോലത്തേക്കുള്ള ഷിഫോൺ നമുക്ക് അതിനകത്ത് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തുണി കഴുകി ഇടുമ്പോഴത്തേനും അതിനകത്തുള്ള വർക്ക് എല്ലാം പോകും. അതുമാത്രമല്ല, നമുക്ക് എപ്പോഴും കഴുകാൻ പറ്റാത്ത ഡ്രസ്സുകൾ നമുക്ക് ഇതേപോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുക്കുന്നത് ബേക്കിംഗ് പൗഡറാണ്. അപ്പോൾ ബേക്കിംഗ് പൗഡർ എടുക്കുക. നമ്മൾ ഇട്ട ഡ്രസ്സ് ഇതേപോലെ ഒന്ന് നിവർത്തിയിട്ടതിന് ശേഷം അരിപ്പയ്ക്കകത്ത് കുറച്ച് ബേക്കിംഗ് പൗഡർ ഇട്ട് ഇതേപോലെ എല്ലാ ഭാഗത്തും ആകത്തക്ക രീതിയിലൊന്ന് ആക്കി കൊടുക്കുക. അതേപോലെ തുണിയുടെ അകത്തും എല്ലാം ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക. അപ്പം ബേക്കിംഗ് പൗഡർ അറിയാലോ, നല്ല ക്ലീനിങ്ങിന് പറ്റിയ ഒരു സാധനം തന്നെയാണ്. അതുമാത്രമല്ല, അണുക്കളെല്ലാം നശിപ്പിക്കാനും അതിന് കഴിവുണ്ട്. അപ്പോൾ ഇതേപോലെ ബേക്കിംഗ് പൗഡർ എല്ലാ ഭാഗത്തും ആകത്തക്ക രീതിയിൽ ഒന്ന് കുടഞ്ഞു കൊടുക്കുക. അരിപ്പയ്ക്കകത്താകുമ്പോഴത്തേനും ചെറിയ രീതിയിൽ വീഴത്തുള്ളൂ. ഇതേപോലെ ആക്കിയിട്ട് അതിന് ശേഷം നമുക്ക് നല്ല രീതിയിലൊന്ന് കുടഞ്ഞു കൊടുക്കുക. കുടഞ്ഞതിന് ശേഷം വെയിലത്തിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 7-8 ഇടലൊക്കെ ഇടുന്നത് വരെ നമുക്കിതേപോലെ തന്നെ ചെയ്യാം. അപ്പോൾ അതിനകത്തുള്ള വിയർപ്പും അതേപോലെ തന്നെ സ്മെല്ലും ബാഡ് സ്മെല്ലും എല്ലാം ഒഴിവാക്കി കിട്ടും. അപ്പം ഇതേപോലെ എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുക. അതിനുശേഷം നല്ല രീതിയിലൊന്ന് വെയിലത്തിട്ട് ഉണക്കി മടക്കി വയ്ക്കാവുന്നതാണ്. അപ്പോൾ അതിനകത്തുള്ള അഴുക്കും അതേപോലെ തന്നെ ബാഡ് സ്മെല്ലും എല്ലാം പോയി കിട്ടും, ഒഴിവായി കിട്ടും. അപ്പോൾ നമുക്ക് എപ്പോഴും തുണി പുതിയതുപോലെ തന്നെ ഇരിക്കുകയും ചെയ്യും. നമുക്ക് എപ്പം വേണേലും എടുത്തിടുകയും ചെയ്യാം. നല്ല രീതിയിൽ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുക. അപ്പം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് തുണി എപ്പോഴും വാഷ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇതേപോലെയൊക്കെ ചെയ്താൽ നമുക്ക് ഒരു 5-6 ഇടലൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് ഡ്രൈ വാഷിന് കൊടുക്കാവുന്നതാണ്. കണ്ടോ, ഇതുപോലെ എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുക. അപ്പോൾ അതിനകത്തുള്ള ആ വർക്കും കാര്യങ്ങളും ഒന്നും പോകത്തതും ഇല്ല. നമുക്ക് ഇതേപോലെ ഉപയോഗിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, കണ്ട. അപ്പം നമ്മൾ ഇതാ വെയിലത്തൊക്കെ ഇട്ട് ഉണക്കിയതിന് ശേഷം ഇതേപോലെ നല്ല രീതിയിലൊന്ന് മടക്കി വയ്ക്കുക. ബാഡ് സ്മെല്ലെല്ലാം പോയി കിട്ടും. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ ഷൂവിൽ നമുക്ക് പോളിഷ് ചെയ്യണമെങ്കിൽ ഇതേപോലെ കുറച്ച് വാസലിൻ ടിഷ്യൂ പേപ്പറിനകത്തോട്ടാക്കിയിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ പോളിഷ് ചെയ്ത കണക്ക് തന്നെ നല്ല ഈ വാസലിൻ വെച്ച് പോളിഷ് ചെയ്താൽ നല്ലൊരു തിളക്കമായിരിക്കും. കണ്ടോ, പുതിയതുപോലെ തന്നെ നമുക്ക് ഷൂ കിട്ടുകയും ചെയ്യും. നല്ല രീതിയിൽ ഒന്ന് തിളങ്ങുകയും ചെയ്യും. ഇനി നമുക്ക് അതിൻ്റെ ബാഡ് സ്മെല്ലൊക്കെ ഒഴിവാകണമെങ്കിൽ ടിഷ്യൂ പേപ്പറിനകത്ത് കുറച്ച് പൗഡർ ഇട്ടതിന് ശേഷം അതിനകത്തോട്ട് വെച്ച് കൊടുക്കുക. അപ്പം നമ്മൾ ഇവിടെ പുറത്ത് പോയി ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ ഇതേപോലെ ഷൂ ഊരിടുമ്പോഴത്തേനും ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ അതിനകത്തുള്ള ആ ബാഡ് സ്മെല്ലെല്ലാം ഒഴിവാക്കി കിട്ടും. ഇതേപോലെ ഒന്ന് ടിഷ്യൂ പേപ്പറിനകത്ത് കുറച്ച് ടിഷ്യൂ പേപ്പർ മാത്രം മതി, പൗഡർ ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ 2 ഷൂവിൽ നമുക്ക് ഇതേപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് എവിടെയൊക്കെയാണോ നമുക്ക് പിന്നെ ഹാളിലൊക്കെ നമ്മൾ സോഫ സെറ്റൊക്കെ ഉണ്ടെങ്കിൽ ആ ഭാഗത്തും ഇതേപോലെ ടിഷ്യൂ പേപ്പറിനകത്ത് പൗഡറാക്കിയിട്ട് വെക്കുകയാണെങ്കിൽ നല്ലൊരു മണമായിരിക്കും. നമ്മളതേപോലെ ഈ സോഫ സെറ്റിയുടെയൊക്കെ ഇടയ്ക്ക് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ ഇടയ്ക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഹാളിനകത്തൊക്കെ സോഫ സെറ്റ് ഇരിക്കുമ്പോഴത്തേനൊക്കെ നല്ലൊരു മണം, പൗഡറിൻ്റെ ഒരു മണം കിട്ടുകയും ചെയ്യും. ആ ഭാഗത്ത് ഉറുമ്പൊന്നും വരത്തില്ല. അപ്പോൾ കുട്ടികളൊക്കെ മിക്സറൊക്കെ കഴിക്കുമ്പോഴത്തേനും ആ ഭാഗത്ത് ഉറുമ്പൊന്നും വരത്തില്ല. അടുത്ത ടിപ്പിലോട്ട് കിടക്കുക. അപ്പോൾ നമ്മൾ ഉപ്പിൽ ഈർപ്പം നിൽക്കുമ്പോഴത്തേനും ഒരു നനഞ്ഞ ഈർപ്പം നിൽക്കുന്നതിന് നമ്മൾ ഇതേപോലെ ഒരു ചിരട്ട കഷ്ണം ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ചാൽ മതി. അപ്പോൾ ആ ഈർപ്പമൊക്കെ അത് വലിച്ചെടുത്തോളും. അടുത്ത ടിപ്പിലോട്ട് കിടക്കുക. അപ്പം മുളക് നമ്മൾ ഇതേപോലെ കട്ട പിടിച്ചിരിക്കുകയാണെങ്കിൽ ഇടയ്ക്ക് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതല്ലെങ്കിൽ അങ്ങനെ ഇരുന്നതങ്ങ് ചീത്തയായി പോകും. എന്നിട്ട് അതിന് ശേഷം നമ്മൾ കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ മുളക് പൊടി ചീത്തയാതിരിക്കും. അതേപോലെ തന്നെ മല്ലിപ്പൊടിയാണേലും ഇതേപോലെ ചെയ്തെടുക്കാം.
അപ്പം കുറേ ദിവസം ആകുമ്പോഴത്തേനും നമ്മൾ ചെവിട് ഭാഗം അതിനകത്ത് പൊടി കട്ട പിടിച്ചിരിക്കും. അപ്പം അങ്ങനെ ഇരുന്ന് ചീത്തയാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണമെന്ന് പറയുന്നത്. കട്ട ഇളക്കി കൊടുക്കണം. ഇതേപോലെ ഉപ്പിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ ചീത്തയാവാതിരിക്കുകയും ചെയ്യും. അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ടിപ്സ്. നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുന്നു. ഇതിലേതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.